മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങളാനു നിമിഷം. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങളാനു നിമിഷം. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ, എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ, എന്നെ അനുദിനം വഴി നടത്തും. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 18. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിയിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാനഗരം വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്തില്ലയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായ പൊന്തിയോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ളൊരു യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്ന് തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണി ആയിരുന്നു. എന്നാൽ ശബദതോറും അവൻ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ശീലാസും തീമോഥെയോസും മക്കെദോന്യയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനപ്രഘോഷത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞ്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതിയുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കോരിന്ത്യയിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടേണ്ട, പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഗല്ലിയോൻ ആഖായയിൽ ദേശാധിപതിയായ വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിൻ്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു. അവനെ ന്യായപ്രമാണത്തിൻ്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പൗലോസ് വായി തീർപ്പാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരോട്, യഹൂദന്മാരെ, വലിയ അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നുവെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്കസംഗതികൾ എങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ. ഈ വായ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തേനേസിനെ പിടിച്ച് ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചു. ഇത് ഒന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. പൗലോസ് പിന്നെയും കുറേ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ
കെംക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്കിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിൽ എത്തി. അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, ദൈവഹിതമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങിവരും എന്ന് പറഞ്ഞ് വിടവാങ്ങി. എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസരിയിൽ വന്നിറങ്ങി. യെരുശലേമിലേക്ക് ചെന്ന് സഭയുടെ വന്ദനം പറഞ്ഞിട്ട് അന്തോഖ്യയിലേക്ക് പോയി. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യ ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരൊക്കെയും ഉറപ്പിച്ചു. അലക്സാന്ദ്രിയക്കാരനായ വാക്യയും തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്നു പേരുള്ളൊരു യഹൂദൻ എഫെസോസിൽ എത്തി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു. യോഹന്നാന്റെ സ്ഥാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളനാകിയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലോസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ ആഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോ ഞാൻ അവനിടം പറന്നുയരും.